അങ്ങനെ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഫൈനലി റിലീസായിരിക്കുകയാണ്. സ്പൈഡർമാന്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മൂവീസിൽ വെച്ച് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. മറ്റ് സ്പൈഡർമാൻ മൂവീസിൽ നിന്നും ഡിഫറന്റ് ആയി സ്പൈഡർമാനേക്കാൾ പീറ്റർ പാർക്കറിന്റെ സ്ട്രഗിൾസിനെ ഫോക്കസ് ചെയ്യുന്ന ഈ മൂവി ഓൾറെഡി ബോക്സ് ഓഫീസിൽ പല റെക്കോർഡ്സും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ബിഹൈൻഡ് ദ സീൻസിലെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിനു മുൻപ് ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ SB യൂണിവേഴ്സ്. ഞങ്ങളുടെ പുതിയൊരു സ്പൈഡർമാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിൽ പുതിയതാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ റെസ്പെക്ട് ടു ഓൾ മിസ്റ്റേക്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. 2023 സെപ്റ്റംബറിലാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ വർക്ക് മാർവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂവിയുടെ പ്രീ പ്രൊഡക്ഷൻ ഡിലേ ആകാൻ കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് അന്ന് നടന്ന റൈറ്റേഴ്സ് സ്ട്രൈക്ക് തന്നെയാണ്. എന്നാൽ പിന്നീട് റൈറ്റേഴ്സ് സ്ട്രൈക്ക് അവസാനിച്ചപ്പോൾ മാർവൽ ഷാങ്ചിയുടെ ഡയറക്ടറായ ഡെസ്റ്റിൻ ഡാനിയൽ ക്രിട്ടനെ ഈ മൂവി ഡയറക്ട് ചെയ്യാനായി ഏൽപ്പിക്കുന്നു. മറ്റ് സ്പൈഡർമാൻ മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ ഈ മൂവിയിൽ ടോം ഹോളണ്ടിന് ക്രിയേറ്റീവ്ലി വലിയൊരു റോൾ തന്നെയുണ്ട്. എന്നാൽ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മൾ കണ്ട സ്പൈഡർമാൻ ഫേസ് ചെയ്യുന്ന ആ മ്യൂട്ടേഷന്റെ ഐഡിയ മാർവലിന് പിച്ച് ചെയ്തത് ശരിക്കും ടോം ഹോളണ്ട് ആണ്. പിന്നീട് ഈ ഐഡിയ ഫർദർ ഡെവലപ്പ് ചെയ്യുകയും മൂവിയുടെ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യുകയും ചെയ്തു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന പേരിന്റെ ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്നത് മാർച്ച് 2008 ഇറങ്ങിയ അമേസിംഗ് സ്പൈഡർമാൻ ഇഷ്യൂ നമ്പർ 546 നിന്നാണ്. ഈ കോമിക്കിലും മൂവിയിലെ പോലെ തന്നെ സ്പൈഡർമാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. കോമിക്സിൽ സ്പൈഡർമാൻ ഒരു സോഫ്റ്റ് റീബൂട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റേഴ്സ് ഈ സീരീസ് ഇറക്കിയത്. അത് മാത്രമല്ല, ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവി അമേരിക്കൻ കോമിക് ബുക്ക് റൈറ്ററായ ജെറി കോൺവോയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹമാണ് 1974 ദി അമേസിംഗ് സ്പൈഡർമാൻ ഇഷ്യൂ നമ്പർ 129 പണിഷറിനെ ആദ്യമായി മാർവൽ കോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റ് റിട്ടേൺസ്, ഡെയർ ഡെവിൽ, സിൻ സിറ്റി പോലുള്ള കോമിക്സിന്റെ ക്രിയേറ്ററായ ഫ്രാങ്ക് മില്ലറും ഈ മൂവിയെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ഈ മൂവിയിലെ സ്പൈഡർമാന്റെ പുതിയ സ്യൂട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇത് അമേരിക്കൻ കോസ്റ്റ്യൂം ഡിസൈനറായ സാൻസ മിൽക്കോവിക് ഹെയ്സ് ആണ് ഡിസൈൻ ചെയ്തത്. കൂടാതെ ഈ എൻ്റയർ ഡിസൈനിങ് പ്രോസസ്സിൽ ടോം ഹോളണ്ടിന്റെ ഹെവി ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നു. ഇതിനായി ഇവർ ഇതിനു മുൻപിറങ്ങിയ ടോബി മെഗ്വയറിന്റെയും ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും സ്പൈഡർമാൻ സ്യൂട്ട് ടോം ഹോളണ്ടിന്റെ സൈസിലേക്ക് റീക്രിയേറ്റ് ചെയ്യുകയും ടോം ആ സ്യൂട്ട്സിനെ ട്രൈ ചെയ്തതിനു ശേഷം അതിൽ നിന്നും ഏറ്റവും കംഫർട്ടബിളും എസ്തെറ്റിക്കലി പ്ലീസിംഗുമായ കാര്യങ്ങൾ പുതിയ ഡിസൈനിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. കൂടാതെ ടോം ഹോളണ്ടിന്റെ ഇതുവരെയുള്ള സ്യൂട്ട്സിൽ നിന്നും ഡിഫറന്റ് ആയി എൻ്റയർ ഫേസ് മാസ്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്നതും ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മൾ കണ്ട ഈ സ്യൂട്ടിൽ മാത്രമാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്റർ തനിക്കായി EV എന്ന പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കുന്നതായി നമ്മളെ കാണിച്ചിരുന്നു. ഈ AI-യുടെ വോയിസ് ഡബ് ചെയ്തിരിക്കുന്നത് ആക്ട്രസ് നയോമി വാട്ട്സ് ആണ്. 2012 ടോം ഹോളണ്ടിന്റെ ആദ്യ മൂവിയായിരുന്ന ദി ഇംപോസിബിളിൽ ടോമിന്റെ അമ്മയായി അഭിനയിച്ചത് നയോമി വാട്ട്സ് ആണ്. MCUവിലെ മറ്റ് ടോം ഹോളണ്ടിന്റെ മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ ബ്രാൻഡ് ന്യൂ ഡേയിലെ സ്വിംഗിംഗ് സീൻസ് വളരെയധികം ഇംപ്രസീവ് ആയിരുന്നു. ഈ സീൻസിനെ എല്ലാം ഇത്രയധികം സക്സസ്ഫുൾ ആക്കാനായി ഡയറക്ടറായ ഡെസ്റ്റിൻ ഡാനിയൽ ക്രിട്ടനും അദ്ദേഹത്തിന്റെ ടീമും വിങ് സ്യൂട്ട് ഉപയോഗിച്ച് സ്കൈ ഡൈവ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് കാണുകയും പല പാർക്കോർ അത്ലറ്റ്സിന്റെ ബോഡി മൂവ്മെന്റിനെ സ്റ്റഡി ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ കംപ്ലീറ്റ്ലി VFX-ൽ റിലേ ചെയ്യുന്നതിന് പകരം ഈ മൂവിയിലെ ഒട്ടുമിക്ക സ്വിംഗിംഗ് ആൻഡ് ഫൈറ്റിംഗ് സീൻസും ഷൂട്ടിംഗ് ടൈമിൽ പ്രാക്ടിക്കലായി ചെയ്തതിനു ശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ സീൻസിനെ VFX വഴി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ മൂവിയിലെ സ്പൈഡർമാന്റെ ആക്ഷൻ സീൻസ് കുറച്ചുകൂടി നാച്ചുറലായി തോന്നുന്നത്. എന്നാൽ ഇങ്ങനെ പ്രാക്ടിക്കലായി സ്റ്റണ്ട് ചെയ്തതിന്റെ ഭാഗമായി ടോം ഹോളണ്ടിന് ഷൂട്ടിങ്ങിനിടയിൽ തലയ്ക്ക് പരിക്ക് പറ്റുകയും കുറച്ച് ദിവസത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അങ്ങനെ റൂമേഴ്സിൽ കേട്ടതുപോലെ തന്നെ സേഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്ന് നമുക്ക് മൂവി കണ്ടപ്പോൾ മനസ്സിലായി. ഈ ഒരു ക്യാരക്ടറിനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നത് മൂവിയുടെ ഡയറക്ടറായിരുന്ന ഡെസ്റ്റിന്റെ പ്ലാൻ ആയിരുന്നു. ജീൻ ഗ്രേ ബേസിക്കലി എക്സ്മെനിലെ ഒമേഗ ലെവൽ പവേഴ്സ് പോസസ് ചെയ്യുന്ന ഒരു മ്യൂട്ടന്റ് ആണ്. ടെലികിനീസിസ് ആൻഡ് ടെലിപ്പത്തി ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ജീൻ ഗ്രേ എക്സ്മെൻ ടീമിന്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പർ കൂടിയാണ്. എന്നാൽ ഇവിടെ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്നാൽ സേഡി സിംഗിനെ ഈ ക്യാരക്ടർ അഭിനയിക്കാനായി കെവിൻ ഫൈഗിയും ടീമും ഡയറക്ട്ലി കാസ്റ്റ് ചെയ്യുകയായിരുന്നു. അതായത് യൂഷ്വലി മറ്റുള്ള ആക്ടേഴ്സിന് ചെയ്യേണ്ടി വരുന്നത് പോലെ ഒരു ഓഡീഷനിലും സേഡി സിംഗിനെ പങ്കെടുക്കേണ്ടി വന്നില്ല. അത് മാത്രമല്ല, സേഡി സിംഗിനെ പോലുള്ള ഒരു യങ് ആക്ട്രസിനെ കാസ്റ്റ് ചെയ്യാൻ കാരണമെന്നാൽ അവഞ്ചേഴ്സ് സീക്രട്ട് വാറിന് ശേഷം MCU മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂട്ടന്റ് സാഗയിലായിരിക്കും. അതുകൊണ്ട് തന്നെ മാർവൽ യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് ഈ റോൾസിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു ലോങ് ടൈം ഓഫ് പീരീഡിലേക്ക് യങ് ആക്ടേഴ്സിന് ഈ ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യാൻ സാധിക്കും.
ഈ ഒരു മൂവിയിൽ ജീൻ ഗ്രേ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ബോഡി ഹോപ്പ് ചെയ്യുന്നത് നമ്മളെ കാണിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ആളുകളുടെ സ്പെഷ്യൽ ബോഡി മൂവ്മെന്റ് ബിഹൈൻഡ് ദ സീൻസിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് കൊറിയോഗ്രഫി ചെയ്തതാണ്. ഇതിനായി മാർവൽ ഡാൻസ് കൊറിയോഗ്രാഫറായ നീതൻ കിന്നിനെയാണ് അപ്രോച്ച് ചെയ്തത്. നീതൻ എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും വളരെ പെർഫെക്റ്റ് ആയി ടൈമിങ്ങും ബോഡി മൂവ്മെന്റും പറഞ്ഞു കൊടുത്തതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ മൂവിയിൽ ഈ സീൻസ് കാണിക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്തിരുന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ സ്റ്റോറി ന്യൂയോർക്ക് സിറ്റിയിലാണ് നടക്കുന്നതെങ്കിലും മൂവി എൻറ്റയർലി അവിടെയല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്ക് നോർമലി വളരെ ക്രൗഡഡ് ആയ സിറ്റി ആയതുകൊണ്ട് തന്നെ ക്രൗഡ് മാനേജ്മെന്റും ഹെവി ആക്ഷൻസ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 2025 ഓഗസ്റ്റിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ സ്റ്റാർട്ട് ചെയ്ത ഷൂട്ടിംഗ് ഇതിനെ കൂടാതെ ഇംഗ്ലണ്ടിലും ഡോർസെറ്റിലും നടന്നിരുന്നു. അത് മാത്രമല്ല 6 മാസത്തേക്ക് ഈ മൂവിയുടെ ഷൂട്ടിംഗും നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. കാരണം ഈ മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന അതേ സമയമാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓഡിസിയും ഷൂട്ട് ചെയ്തിരുന്നത്. ടോം ഹോളണ്ട് ആദ്യം കമ്മിറ്റ് ചെയ്ത പ്രോജക്ട് ഓഡിസി ആയതുകൊണ്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഷൂട്ടിംഗും ഡിലേ ചെയ്യേണ്ടി വന്നിരുന്നു. ആൻഡ്രൂ ഗാർഫീൽഡിന്റെ അമേസിംഗ് സ്പൈഡർമാൻ മൂവീസിന്റെ VFX സൂപ്പർവൈസർ ആയിരുന്ന ജെറോം ചാൻ തന്നെയാണ് ഈ മൂവിയിലും VFXനെ ലീഡ് ചെയ്തിരുന്നത്. ജെറോമിന്റെ ലീഡർഷിപ്പിൽ സോണിയുടെ ഇമേജ് വർക്സിന്റെ 50 പ്രൊഫഷണൽ ആയിട്ടുള്ള VFX ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിരുന്നു. സോണിയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മൂവീസിൽ വെച്ച് ഇതാദ്യമായാണ് 50 സീനിയർ VFX ആർട്ടിസ്റ്റുകൾ ഒരു മൂവിക്ക് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ 1600 VFX ഷോട്ട്സ് ആണ് ഈ മൂവിക്ക് വേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്തത്. കൂടാതെ ന്യൂയോർക്ക് സ്ട്രീറ്റ്സ് മൂവിയിൽ പല ഭാഗങ്ങളിലായി VFX യൂസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനായി ഇവർ ന്യൂയോർക്കിലെ പല സ്ട്രീറ്റ്സിന്റെയും 3600 ഫോട്ടോസ് എടുക്കുകയും അതിനെ റീക്രിയേറ്റ് ചെയ്യുകയും ന്യൂയോർക്കിൽ കാണുന്നത് പോലെയുള്ള 100 ബിൽ ബോർഡ്സ് ക്രിയേറ്റ് ചെയ്ത് സെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല ഈ മൂവിയുടെ പിറകിൽ 12 സ്റ്റുഡിയോസും 3000 ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മൂവിയുടെ ഓവറോൾ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ $225 മില്യൺ ക്രിയേറ്റ് ചെയ്ത ഈ മൂവി ഫസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ $932 മില്യൺ കളക്ട് ചെയ്യുകയും ഫാസ്റ്റസ്റ്റ് ഹാഫ് ബില്യൺ ആൻഡ് ബിഗ്ഗസ്റ്റ് ഡൊമസ്റ്റിക് ഓപ്പണിംഗ് വീക്കെൻഡ് റെക്കോർഡ് നേടുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂവി വേൾഡ് വൈഡിൽ $1.15 ബില്യൺ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, വിച്ച് മേക്സ് ഇറ്റ് ദി സെക്കൻഡ് ഹൈയസ്റ്റ് ഗ്രോസിംഗ് സൂപ്പർ ഹീറോ ഫിലിം ആഫ്റ്റർ അവഞ്ചേഴ്സ് എൻഡ്ഗെയിം. ഇനി സ്പൈഡർമാന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ കാണാൻ സാധ്യതയില്ല എന്ന് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. എന്നാൽ ഡൂംസ്ഡേ മൂവി അവഞ്ചേഴ്സ് ടൈംസ് റൺഔട്ട് എന്ന കോമിക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കോമിക്കിൽ സ്പൈഡർമാന് വലിയൊരു റോളില്ല. അതുകൊണ്ട് തന്നെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനെ ഈ മൂവിയിൽ കാണാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. എന്നാൽ മറ്റ് സ്പൈഡർമാൻ, അതായത് ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും ടോബി മെഗ്വയറിന്റെയും സ്പൈഡർമാന്റെയും ഒരു കേമിയോ ഈ മൂവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും, എസ്പെഷ്യലി ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാൻ. പിന്നെ അവഞ്ചേഴ്സ് സീക്രട്ട് വാറിൽ സ്പൈഡർമാൻ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. എന്നാൽ കോമിക്കിലും സ്പൈഡർമാന് സീക്രട്ട് വാർസിൽ വലിയൊരു റോൾ തന്നെയുണ്ട്. അത് മാത്രമല്ല സീക്രട്ട് വാറിന്റെ സ്റ്റോറി ലൈനിലാണ് പീറ്ററിന് ആദ്യമായി വെനം സിംബിയോട്ടിനെ കിട്ടുന്നത്. സോ റൂസോ ബ്രദേഴ്സ് വിചാരിച്ചാൽ അവഞ്ചേഴ്സ് സീക്രട്ട് വാറിലൂടെ വെനത്തിനെയും ടോം ഹോളണ്ടിന്റെ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൂടാതെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ വരാൻ പോകുന്ന ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാൻ അയൺ സ്പൈഡർ സ്യൂട്ടിലായിരിക്കുമെന്നും റൂമേഴ്സ് പറയുന്നുണ്ട്. ഇങ്ങനെ റൂമേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എന്തായാലും തീരില്ല. ആൻഡ് വി ഓൾ നോ ദിസ് ഈസ് മൾട്ടിവേഴ്സ് വേർ എനിത്തിങ് ഈസ് പോസിബിൾ. സോ ഇനി ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ടെന്നും അവഞ്ചേഴ്സിന്റെ സ്റ്റോറി എന്തായിരിക്കുമെന്നും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് മാക്സിമം റീച്ച് കിട്ടാനായി ലൈക്ക് ചെയ്യുക. അവഞ്ചേഴ്സ് സീക്രട്ട് വാർ മൂവി ഇറങ്ങുന്നതിന് മുൻപായി ഇതിന്റെ കോമിക് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്താലോ എന്ന് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ മൂവി കാണുന്ന സമയം നിങ്ങൾക്ക് സീക്രട്ട് വാറിന്റെ സ്റ്റോറി എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഒരു ഫുൾ കോമിക് എക്സ്പ്ലനേഷൻ വീഡിയോ കാണാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ഞങ്ങളെ കമന്റ് വഴി അറിയിക്കാൻ മറക്കരുത്. അത് മാത്രമല്ല സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നിങ്ങൾ കണ്ടുവെങ്കിൽ ഈ മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയനും ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുന്നവരെ ഐ ആം അശ്വിൻ സൈനിങ് ഓഫ് ഫ്രം SB യൂണിവേഴ്സ്. ബൈ.